ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഐക്യുവിന്റെ 50K ബഡ്ജറ്റിൽ വരുന്ന ഒരു അടിപൊളി സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ ആണ്. ഇതാണ് iQOO Z10X. ഇതൊരു 6500 mAh ബാറ്ററിയൊക്കെ വരുന്ന ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ ആണ്. അപ്പൊ ഇതിന്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഈ ഫോണിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഫോണിൽ വരുന്ന പ്രോസർ എന്ന് പറയുന്നത് MediaTek Dimensity 7300 5G എന്ന് പറയുന്ന ഒരു പ്രോസർ ആണ്. 4nm TSMC പ്രോസർ ഒക്കെ വരുന്ന ഒരു അടിപൊളി പ്രോസറാണ്. നല്ല പെർഫോമൻസ് ഇതിന് ക്ലോക്ക് ചെയ്യാൻ കഴിയും. ഗെയിമിങ്ങിനായാലും ഏത് കാര്യത്തിനായാലും നല്ല പെർഫോമൻസ് ഈ പ്രോസർ നൽകുന്നതായിരിക്കും. പിന്നെ വരുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 6500 mAh ലാർജ് ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് 10 മണിക്കൂറോളം ഗെയിം കളിക്കാൻ പറ്റുമെന്നാണ് iQOO അവകാശപ്പെടുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഗെയിമിംഗ് സാമ്പിൾസ് ഒക്കെ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. 44 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് ആണ് ഫാസ്റ്റ് ചാർജിങ് ചാർജറൊക്കെയാണ് ലഭിക്കുന്നത്. 40 മിനിറ്റ് തൊട്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും ഈ ഫോണ്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡ് ഡ്യൂറബിലിറ്റി ഒക്കെ ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. തറ വീണാലും നമ്മൾ അതിന് അറിയാതെ തറ വീണാലും വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ 120 Hz IKR ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 1050 nits HBM ബ്രൈറ്റ്നസ്സും ലഭിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സൺലൈറ്റിലായാലും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീട് കാണാനൊക്കെ കഴിയും. ഒരു പ്രോബ്ലം വരില്ല. അതുകൊണ്ട് ആ കാര്യത്തിനും ബെസ്റ്റാണ് ഈ ഫോൺ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് LCD ഡിസ്പ്ലേ ആണ്. വേണമെങ്കിൽ പ്രൈസ് സെഗ്മെന്റിൽ AMOLED ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു. വേറെ ഫോണുകളിൽ 10,000 രൂപ പ്രൈസ് സെഗ്മെന്റിലുള്ള വേറെ ഫോണുകളിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇതുപോലുള്ള പെർഫോമൻസും കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കില്ല. എന്നാലും 120 Hz IKR ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP അൾട്രാ HD ക്യാമറയാണ് ഈ ഫോണിന് iQOO കൊടുത്തിട്ടുള്ളത്. 4K വീഡിയോ റെക്കോർഡിംഗ് ബാക്ക് ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇതിന്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒക്കെ ഇവിടെ കാണിക്കാം. കുറച്ച് പോർട്രേറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി പോർട്രേറ്റ് ഫോട്ടോ ക്വാളിറ്റി ഒക്കെയാണ് ലഭിക്കുന്നത്. അത് മാത്രമല്ല നല്ല നാച്ചുറൽ സ്കിൻ ക്വാളിറ്റി എല്ലാം ലഭിക്കുന്നുണ്ട്. സെൽഫി ക്യാമറ ആയാലും അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതിന്റെ സാമ്പിൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ എടുക്കുന്ന വീഡിയോസും നല്ല ക്വാളിറ്റിയാണ്. 4K നമുക്ക് ബാക്ക് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയും. 4K വിത്ത് സ്റ്റെബിലൈസേഷൻ. 4K നമുക്ക് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്. ഈ 10,000 രൂപ റേഞ്ചിൽ വരുന്ന മിക്കുള്ള ഫോണിൽ നമുക്ക് 4K സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആയിരിക്കില്ല. ഇതിൻ്റെ അകത്ത് അതും അവൈലബിൾ ആണ്. അത് മാത്രമല്ല സെൽഫി ക്യാമറയിൽ നമുക്ക് 1080p 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാം. 4K അവൈലബിൾ അല്ല. സ്റ്റെബിലൈസേഷനും സെൽഫി ക്യാമറയിൽ അവൈലബിൾ അല്ല. അതിൻ്റെ സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അത് നല്ല ക്വാളിറ്റി എല്ലാം കിട്ടുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ ഇല്ലെന്നുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ക്യാമറയ്ക്ക് ഒരു 50 MP ക്യാമറയും 2 MP ബൊക്കെ ക്യാമറയാണ് ഇതിൻ്റെ അത് ലഭിക്കുന്നത്. ലോഡ് വിത്ത് AI ഫീച്ചറൊക്കെ ഇതിൻ്റെ ലഭിക്കുന്നുണ്ട്. AI എറൈസ്, സർക്കിൾ ടു സെർച്ച് ഫീച്ചർ എല്ലാം ലഭിക്കുന്നുണ്ട്. സർക്കിൾ ടു സെർച്ച് ഏകദേശം ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഫോണിലൊക്കെയാണ് കൂടുതൽ നമുക്ക് 20,000 അതിന് മേലോട്ടുള്ള ഫോണിലൊക്കെയാണ് സാധാരണ നമുക്ക് സർക്കിൾ ടു സെർച്ച് ഫീച്ചർ ലഭിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് സർക്കിൾ ടു സെർച്ച് ഫീച്ചർ ലഭിക്കുന്നുണ്ട്. 10,000 രൂപയുടെ ഫോണിൽ. വേറെ അധികം 10,000 രൂപയുടെ ഫോണുകളിലൊന്നും ഈ സർക്കിൾ ടു സെർച്ച് ഫീച്ചർ അവൈലബിൾ അല്ല. ഇതിന് അവൈലബിൾ ആണ്. പിന്നെ ഫോട്ടോ എൻഹാൻസ്മെന്റ്, AI ഫോട്ടോ എൻഹാൻസ്മെന്റ് അതെല്ലാം നമുക്ക് ഗാലറിയിലെ എഡിറ്റിൽ കൂടെ തന്നെ ചെയ്യാൻ കഴിയും. അതിൻ്റെ അകത്ത് റിപ്പയർ, AI എറൈസ് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല ലൈറ്റ് എഫക്ട്സും ബൊക്കെ എഫക്ട്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്യാനും കഴിയും. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി ഫിൽറ്റേഴ്സും എഫക്ട്സും എല്ലാം ലഭിക്കുന്നതാണ്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് Android 15 ഇൻ ഫണ്ടച്ച് OS 15 ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഫണ്ടച്ച് OS 15 Android 15 OS ആണ് ലഭിക്കുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് ഇതിൽ 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കയ്യിലിരിക്കുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു അൾട്രാ മെറൈൻ കളറാണ് നമ്മളെ കയ്യിരിക്കുന്ന മോഡല്. നല്ല അൾട്രാ മെറൈൻ കളറും നല്ല അടിപൊളി മാറ്റ് ഫിനിഷിലുള്ള ബാക്കും എല്ലാം നമുക്ക് ഇതിൻ്റെ അത് ലഭിക്കുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും ഇതിൻ്റെ അത് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ നല്ല കളർ ഡിസൈനും പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. എന്നാലും നല്ല ക്വാളിറ്റി എല്ലാം കിട്ടുന്നുണ്ട്. അതും നല്ല ഡിസൈൻ അയക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അത് ഡൈനാമിക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉടപ്പുണ്ട്. ഈ ലൈറ്റ് നമുക്ക് ചാർജിങ് ടൈമിലും നോട്ടിഫിക്കേഷൻ വരുമ്പോഴും കോൾ വരുമ്പോഴും ഒക്കെ കത്തുന്നതായിരിക്കും. നൈറ്റ് ഫോട്ടോഗ്രാഫിയിലും കത്തുന്നതായിരിക്കും ഈ ലൈറ്റ്. നല്ല ഒരു ആംബിയൻസ് കിട്ടും. അതുകൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല, ഒരു ഡിസൈനിന് വേണ്ടി മാത്രം. പിന്നെ ഇതിൻ്റെ അകത്ത് IR ബ്ലാസ്റ്ററും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഈ ഫോണിൻ്റെ IR ബ്ലാസ്റ്റർ എന്ന്. ഇതാണ് IR ബ്ലാസ്റ്റർ. ഈ IR ബ്ലാസ്റ്റർ കൊണ്ട് നമ്മൾ AC TV ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ അത് കോഡ് കർവ്ഡ് ബാക്ക് എഡ്ജസ് ആണ് വരുന്നത്. കോഡ് കർവ്ഡ് എഡ്ജസ് ആണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. പിന്നെ അൾട്രാ തിൻ ഡിസൈൻ ആണ്
0.809 സെന്റിമീറ്റർ തിന്നാണ് ഇതിന്റെ അത് ലഭിക്കുന്നത്. 2.5 GHz CPU പീക്ക് സ്പീഡ് ഒക്കെ ലഭിക്കുന്നുണ്ട്. 7,28,714 അൺടു സ്കോർ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. 11 മണിക്കൂർ നമുക്ക് ഇതിന്റെ അകത്ത് ഗെയിം കളിക്കാൻ കഴിയുമെന്നാണ് ഐക്യു അവകാശപ്പെടുന്നത്. 40 മണിക്കൂർ വീഡിയോ പ്ലേ ബാക്കും ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 മണിക്കൂർ നമുക്ക് സോഷ്യൽ മീഡിയ സ്ക്രോളിങ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും കഴിയും. 74 മണിക്കൂർ മ്യൂസിക് പ്ലേ ബാക്കും ലഭിക്കുന്നതാണ്. 44 വാട്ട്സ് ഫ്ലാഷ് ചാർജിങ് നമുക്ക് 40 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. പിന്നെ ഇതിൻ്റെ അകത്ത് അൾട്രാ ഗെയിം മോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഈ ഗെയിം മോഡിൻ്റെ അകത്ത് നമുക്ക് അൾട്രാ ഗെയിം മോഡ് ഓണാക്കി കഴിഞ്ഞാൽ ഗെയിം കളിക്കുമ്പോൾ നല്ല സ്മൂത്ത് പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതായിരിക്കും. IP64 വാട്ടർ റെസിസ്റ്റന്റ് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ വാട്ടർ റെസിസ്റ്റന്റ് വാട്ടർ റിപ്പലന്റും എല്ലാം ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ വെള്ളത്തിൽ പോവുകയും നമ്മൾ മഴയത്തൊക്കെ ജസ്റ്റ് വെളിയിൽ കൊണ്ടുപോവുകയും ചെയ്താൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. യൂസേജ് ഇൻ ലോ ടെമ്പറേച്ചർ എൻവയോൺമെന്റ് കോൾഡ് ഓഫ് -20°C വരെ നമുക്ക് ഈ ഫോൺ സുഖമായിട്ട് കൊണ്ടുപോകാം, വേറെ പ്രോബ്ലം ഒന്നും വരില്ലെന്നാണ് പറയുന്നത്. പിന്നെ 15°C ഹീറ്റിലും കൊണ്ടുപോകാം, പ്രോബ്ലം ഒന്നും ഇല്ലെന്നാണ് ഐക്യു അവകാശപ്പെടുന്നത്. വെറ്റ് ഹാൻഡ് ടച്ച് നമ്മളെ കൈ നനഞ്ഞുകൊണ്ട് നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പം വേറെ ഫോണിലും ചിലപ്പം ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നതായിരിക്കില്ല, പക്ഷേ ഇതിൻ്റെ അത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അത് വേറെ ക്യാമറയിൽ വേറൊരു ഫീച്ചർ ഉണ്ടെന്ന് വെച്ചാൽ AI ഡോക്യുമെന്റ് സ്കാൻ ഫീച്ചർ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ സിമ്പിളായിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. നല്ല 120 Hz ഡിസ്പ്ലേയിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇതിന്റെ ഗെയിമിംഗ് എല്ലാം ഗെയിമിംഗ് പെർഫോമൻസ് എല്ലാം ലഭിക്കുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടിപൊളി ഗെയിമിംഗ് ആണ് നമുക്ക് ഇതിൻ്റെ അത് കിട്ടുന്നത്. നമുക്ക് ഈ ഫോണിൻ്റെ അകത്തുള്ള ഈ ഫോണിന്റെ ബോക്സിന്റെ ഭാഗം എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു TPU കേസ് കിട്ടുന്നുണ്ട്, ട്രാൻസ്പെറന്റ് TPU കേസ്. എന്നാലും വേറൊരു കേസ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് യെല്ലോ ഷെയ്ഡൊക്കെ ആവുന്നതായിരിക്കും. ഇതിന്റെ കൂടെ കിട്ടുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറണ്ടി ഇൻഫർമേഷനും യൂസർ ഗൈഡും എല്ലാം ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു 44 വാട്ട്സ് ഫ്ലാഷ് ചാർജിങ് അഡാപ്റ്റർ ലഭിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഡാറ്റ കേബിളും ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് സിം ഇജക്ട് ടൂളാണ് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നത്. ഇത്ര കാര്യങ്ങൾ നമ്മൾ ഈ പാക്കിങ്ങിൻ്റെ അകത്ത് വരുന്നുള്ളൂ. പിന്നെ കേസ് 15,000 രൂപ ബഡ്ജറ്റ് വരുന്ന വേറെ ഫോണുകളിലൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാൻ വരുന്ന ആനിമേഷൻസ് ഒക്കെ ഒരുമാതിരി നമ്മൾ എടുക്കുമ്പോൾ തന്നെ ക്വിക്കായി ജസ്റ്റ് വെറുതെ ഓപ്പൺ ആക്കി വരും, വെറുതെ ക്ലോസ് ആയി പോകുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി ആനിമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ആകുമ്പോൾ ഒരു നല്ല ഫീൽ കിട്ടുന്നതായിരിക്കും. ആ രീതിയിലുള്ള നല്ല ആനിമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഐക്യു നമുക്ക് ഇതിൻ്റെ അത് ആവശ്യമില്ലാതെ കുറേ ബ്ലോട്ട് വേസും തന്നിട്ടില്ല, അനാവശ്യമായിട്ട് ഒരുപാട് ബ്ലോട്ട് വേസ് ആപ്സും തന്നിട്ടില്ല. ഇതിൻ്റെ അത് ജസ്റ്റ് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, ഈസി ഷെയർ, ഗെയിം സ്പേസ് അതൊക്കെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ഈ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് പോലത്തെ ആപ്പുകളും ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ആപ്പുകളാണ്. ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് വി ആപ്പ് സ്റ്റോറിൻ്റെ ഐക്യു സ്റ്റോറിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചേക്കുക. ബ്രൗസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് വേറെ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ആയി വരുന്നതായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ സ്മൂത്ത് ആയിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി നല്ല സ്മൂത്ത്നെസ് ഉള്ള ഒരു ഫോണാണിത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.